അടുത്തൊരാൾ. സാർ നമ്മുടെ ഇഗ്നോയുടെ ഡിപ്ലോമ കോഴ്സ് ഉണ്ടോ സാർ? പലരും തന്നെ ഡിപ്ലോമ കോഴ്സ് ഒരുപാടുണ്ട്. 82 ഡിപ്ലോമ കോഴ്സസ് ഉണ്ട്. എംനോട്സിലൂടെ എല്ലാ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിന്റെയും ഡിപ്ലോമ കോഴ്സിന്റെയും ഡിഗ്രി കോഴ്സിന്റെയും PG കോഴ്സിന്റെയും എല്ലാറ്റിന്റെയും വീഡിയോ എംനോട്സിലുണ്ട്. 900 കൂടുതൽ വീഡിയോസ് ഇപ്പൊ നിലവിലുണ്ട്. ഇനി ഈ മാസം കഴിയുമ്പോൾ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് നമ്മളത് 1000 അച്ചീവ് ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്. നിലവിൽ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഒരു ഡിഗ്രിയോ അതിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് സമാനമായിട്ടുള്ള ഒരു കാര്യമോ അല്ലെങ്കിൽ അതിന് താഴെ ഉള്ളതോ ചെയ്യാം. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു MA ഇംഗ്ലീഷ് ചെയ്യുന്ന ആൾക്ക് മറ്റൊരു PGയോ വേണമെങ്കിൽ മറ്റൊരു ഡിഗ്രിയോ മറ്റൊരു ഡിപ്ലോമയോ മറ്റൊരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമോ ഏത് വേണമെങ്കിലും ചെയ്യാം. ഒരു റെഗുലർ കോളേജിൽ നിങ്ങളുടെ അന്യൻ, ജ്യേഷ്ഠൻ, ചിലപ്പോൾ സഹോദരി, സഹോദരൻ, ഭാര്യ ആരെങ്കിലും നിങ്ങളുടെ മറ്റൊരു യൂണിവേഴ്സിറ്റിയിലെ റെഗുലർ കോഴ്സ് ചെയ്യുന്നു എങ്കിൽ അവർക്കും സമാനമായ മറ്റൊന്നോ അല്ലെങ്കിൽ അതിന് ഒപ്പം നിൽക്കുന്ന മറ്റൊരു കോഴ്സോ ഇഗ്നോയിലൂടെ ചെയ്യാവുന്നതാണ്. UGC പ്രത്യേകം പെർമിഷൻ തന്നിട്ടുണ്ട്. ഓക്കെ സാർ. അപ്പം ഇന്ന് ഞാനിപ്പോ റൂമിലേക്ക് എന്നിട്ട് നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടാം അല്ലെങ്കിൽ സാറുമായിട്ട് ബന്ധപ്പെടാം. എനിക്ക് അത്യാവശ്യമായിട്ടും അഗ്രികൾച്ചറിന്റെ സാറ് ചെയ്യുന്ന അതേ ഡിപ്ലോമ തന്നെ എനിക്ക് സാറിന്റെ ജൂനിയർ ആയിട്ട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ 3 പ്രോഗ്രാം അഗ്രികൾച്ചർ റിലേറ്റഡ് ഉണ്ട്. പോൾട്രി ഫാമിംഗ്, ബീ കീപ്പിംഗ്, അതെ, ബീ കീപ്പിംഗ്, തേനീച്ച വളർത്തൽ, അതെ, അതുപോലെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ഡെവലപ്മെന്റ്, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും വിപണി കണ്ടെത്തുകയും ചെയ്യുന്ന ഗംഭീരം ഒരു കോഴ്സ് ഉണ്ട്. സാറ് നിലവിൽ ചെയ്യുന്നത് ഫ്രഷ് വാട്ടറിന്റെ അല്ലേ? 4 എണ്ണം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 4 എണ്ണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നിലവിൽ. അതില് ഈ പോൾട്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഒന്നുണ്ട്. ഓക്കെ, RAS സിസ്റ്റം ഉള്ള ഒന്ന്, റീസൈക്ലിംഗ് അക്വാട്ടിക് കൾച്ചർ. ഓക്കെ സാർ. അങ്ങനെ നമുക്ക് ഇതിനുള്ള സൗകര്യം ഉണ്ട്. സാറ് വീഡിയോ പറഞ്ഞ പോലെ നമുക്ക് മീൻ വളർത്താനുള്ള സൗകര്യം ഉണ്ട്. അപ്പൊ എനിക്ക് ഡിപ്ലോമ വാട്ടറിൽ ചെയ്യണമെന്നുണ്ട്. അപ്പൊ ഞാൻ സാറിനുമായിട്ട് ബന്ധപ്പെടാം. തീർച്ചയായും. ഓക്കെ സാർ, താങ്ക് യു. തൊഴിലധിഷ്ഠിത, അതായത് വലിയ സാമ്പത്തിക ഭാരം കയറ്റി വെക്കാതെ എല്ലാവരും ചെയ്യേണ്ടത് 2 മണിക്കൂർ ഇഗ്നോ, 6 മണിക്കൂർ സ്വയം തൊഴിൽ പര്യാപ്തമാക്കുന്ന തൊഴിൽ, അങ്ങനെ വരുമാനവും പ്രവർത്തനവും, ലേണിംഗ് ആൻഡ് ഏർണിംഗ്, ലേണിംഗ് ആൻഡ് ഡൂയിങ്, അങ്ങനെ ആയിരിക്കണം നമ്മുടെ ജീവിതം. അപ്പൊ സാമ്പത്തിക ബാധ്യത ആർക്കുമില്ല. ഓക്കെ സാർ. അപ്പൊ ഞാൻ എന്തായാലും സാറുമായിട്ട് ബന്ധപ്പെടാതെ ഉടനെ, കാരണം പഠിച്ചു തുടങ്ങാനും പെട്ടെന്ന് തന്നെ അത് വേണമല്ലോ. അതെ 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 അതെ, നമുക്ക് ചെയ്യാം. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു. ഇനി ആർക്കെങ്കിലും? സാർ, ഞാൻ അമ്പിളിയാണ്. ഞാന് ഡിഗ്രി കഴിഞ്ഞിട്ട് കുറെ വർഷം ഇങ്ങനെ ഗ്യാപ്പിട്ട് നിന്ന്. അപ്പൊ എനിക്ക് പഠിക്കണം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഡിസ്റ്റൻസ് ആയിട്ട് എങ്ങനെ പഠിക്കുമെന്ന് ഓർത്ത് ഞാൻ ഇങ്ങനെ വിഷമിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറെ വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഞാൻ ജോലിക്ക് വന്നു. അങ്ങനെ ഞാൻ വെറുതെ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ സാറിന്റെ ചാനൽ കാണുകയും പിന്നെ ഞാനത് ബന്ധപ്പെടുകയും ചെയ്തു. ഇങ്ങനെ ഒരു സാഹചര്യം കിട്ടിയത് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് സാർ ഇങ്ങനെ ചെയ്തു തരുന്നതുകൊണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും പഠിക്കത്തുമില്ല, ഡിഗ്രി ചേർത്തുമില്ല, ഞാനും എന്റെ ഒപ്പമുള്ള ടീച്ചറും. ഇങ്ങനെ ആഗ്രഹിച്ചോണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക്. ഒരാളും കൂടി ഒരു PG പറഞ്ഞിരുന്നല്ലോ, പിന്നീട് അവർ വന്നില്ല. PG പറഞ്ഞായിരുന്നു സാറേ. അന്നേരം അവർക്ക് ഇച്ചിരി ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതൊക്കെ നിന്നോണ്ടിരിക്കുന്നത്. എക്സ്റ്റെൻഡ് ഉണ്ടല്ലേ? ഞാൻ പറയാം സാറേ. നിങ്ങളൊക്കെ ഹാപ്പി ആയിരിക്കണം എന്നുള്ളതും അത് മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ടതാണ്. എല്ലാവരും ഊഷ്മളമായ ഒരു ലെവലിൽ ഉണ്ടാവണം എന്നുള്ള വിനീതമായ അഭ്യർത്ഥനയുണ്ട്. നമ്മൾ ഈ യോഗം അവസാനിപ്പിക്കുകയാണ്. ആരെങ്കിലും ഒരാൾ വന്നിട്ട് പങ്കെടുക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് യോഗം അവസാനിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആരെങ്കിലും ഒരാൾ അതിന് തയ്യാറെടുക്കണം. ആ വരുന്ന വ്യക്തി ഇതുവരെ നടന്ന നമ്മളുടെ എല്ലാ സംഗതികളും, ഇന്ന് ഈ മീറ്റിങ്ങിൽ നടന്ന എല്ലാം അതൊരു റിഫ്ലക്ഷൻ എന്ന് പറയും സൈക്കോളജിയിൽ. നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി, ഇന്ന് നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി എന്നുള്ള ഒരു റിഫ്ലക്ഷനാണ്.
അപ്പൊ നിങ്ങൾ എന്തൊക്കെ നേടി എന്നുള്ളത് എനിക്കും ഒന്ന് മനസ്സിലാവുകയും അടുത്ത യോഗത്തിൽ ഇതിന്റെ പോരായ്മ പരിഹരിക്കുകയും ചെയ്യാമെന്നുള്ള ഒരു ഉറപ്പും നൽകുകയാണ്. അങ്ങനെ ആരെങ്കിലും ഒരാൾ ഒന്ന് ഏറ്റുവന്ന് തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മൾ പറഞ്ഞതിൻ്റെ ഒരു രത്ന ചുരുക്കം ഒന്ന് പറഞ്ഞിട്ട് നന്ദി വാക്ക് പറഞ്ഞിട്ട് യോഗം അവസാനിപ്പിക്കണം. ആരെങ്കിലും ഒരാൾ മുന്നോട്ട് വരൂ പ്ലീസ്. ബ്രഹ്മദത്തൻ ഒളിഞ്ഞിരിപ്പാണ്. ബ്രഹ്മദത്തൻ ഓക്കെ. അർജുൻ വിനോദ് ഹലോ. പീറ്റർ ജോസ്, ഓക്കെ. നന്ദി അറിയിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഒരാൾ കടന്നു വരൂ. ഏകാംഗ നാടകമാകരുത്. ഹലോ. ഓക്കെ. ധൈര്യപൂർവ്വം നമ്മുടെ ശ്രീലക്ഷ്മി തന്നെ വന്നോട്ടെ. നമസ്കാരം. എന്റെ ഒരു ബാദുഷ. നമ്മൾ ആദ്യമായിട്ട് എംനോട്സിന്റെ കാര്യങ്ങളായാലും നമ്മുടെ ഇഗ്നോ സ്റ്റഡി ഒരു സ്റ്റുഡന്റ് അറിയേണ്ട ആദ്യത്തെ കാര്യം നമ്മുടെ കോഡ് ഏതാണെന്നും അതുപോലെ നമ്മുടെ എൻറോൾമെന്റ് നമ്പറും നമ്മുടെ പ്രോഗ്രാം ഏതാണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം നമ്മളിപ്പം എംനോട്സിലേക്കായാലും അതുപോലെ തന്നെ ഇഗ്നോടെ നാം ബന്ധപ്പെടുന്ന ഏത് ഓഫീസിലേക്ക് പറയുമ്പോഴും നമ്മുടെ പ്രോഗ്രാം കോഡും അതുപോലെ തന്നെ എൻറോൾ നമ്പറും ആണ് അറിയിക്കുന്നത്. അല്ലാതെ നമ്മളെ ഇന്ന സ്റ്റുഡന്റ് ആണ്, എന്റെ പേര് ഇന്നതാണ്, ഞാൻ ഇന്നതാണ് ഇങ്ങനെ വളച്ചു കെട്ടി പറയുന്നതിനേക്കാൾ എളുപ്പം ആദ്യം തന്നെ നമ്മുടെ പ്രോഗ്രാം കോഡും അതുപോലെ തന്നെ എൻറോൾ നമ്പറും പറഞ്ഞുകൊണ്ട് അഭിസംബോധന ചെയ്യുക. മറ്റൊരു കാര്യം, നമുക്ക് ഇഗ്യാൻഗോഷിൽ നിന്ന് നമ്മുടെ എല്ലാ മെറ്റീരിയൽസും നമുക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അത് നമ്മുടെ സ്റ്റഡി സെന്ററിനെ കാത്തിരിക്കുന്നതിനേക്കാൾ നല്ലത്. കാരണം ഞാനും അങ്ങനെയാണ് മനസ്സിലാക്കിയത്. സ്റ്റഡി സെന്ററിൽ നിന്ന് കിട്ടുമെന്ന് കരുതി കുറെ നാള് ഞാൻ ഫസ്റ്റ് ഇയർ ആയാലും സെക്കൻഡ് ഇയർ ആയാലും കാത്തിരുന്നു. പക്ഷെ എനിക്ക് പലപ്പോഴും എക്സാമിന്റെ ഡേറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് മെറ്റീരിയൽസ് കിട്ടിയിരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഇഗ്യാൻഗോഷിൽ നിന്ന് നമുക്ക് ആദ്യം തന്നെ നമ്മൾ അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റിന്റെ മെറ്റീരിയൽസ് ഡൗൺലോഡ് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള കാര്യം. പിന്നെ കൃത്യമായി എംനോട്സിന്റെ സ്റ്റുഡന്റ് ആയിട്ടുള്ളവര് കൃത്യമായിട്ടും വാട്സപ്പ് ആയാലും അതുപോലെ ടെലിഗ്രാം ഗ്രൂപ്പും മെയിലും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഫോളോ ചെയ്തു പോകണം. സാറ് നൽകുന്ന അപ്ഡേറ്റുകളൊക്കെ അതിനകത്താണ് കൃത്യമായിട്ട് വരുന്നത്. പലപ്പോഴും നമ്മൾ സാറിനെ വിളിച്ച് ബുദ്ധിമുട്ട്, ഞാൻ എന്റെ നോട്ടിൽ നിന്ന് തന്നെ പറയാണ്, സാറിനെ വിളിച്ച് നമ്മൾ ബുദ്ധിമുട്ടിയ അതായത് പലരായാലും നമ്മുടെ മെന്റൽ സിറ്റുവേഷൻ അനുസരിച്ച് സാറിനോട് റേസ് ആയതുകൊണ്ടൊന്നും കാര്യമില്ല. നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുക. എങ്ങനെ നമ്മുടെ മെയില്, പലരും കൊടുത്തിട്ടുള്ള മെയില്, ഞാൻ തന്നെ പലപ്പോഴും കൊടുത്തിട്ടുള്ള മെയിലിനകത്ത് നമ്മൾ വാട്സപ്പ് ചെയ്യുമ്പോൾ ആദ്യത്തെ സാറ് പറഞ്ഞ പോലെ, നേരത്തെ സാറ് പറഞ്ഞ പോലെ തന്നെ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. അപ്പൊ അതൊക്കെ നമ്മുടെ വിദ്യാഭ്യാസം നല്ലോണം ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ വിദ്യാഭ്യാസത്തിനെ ബാധിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നമ്മുടെ മെയിലും അതുപോലെ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻസ്, നമ്മുടെ ID ഇൻഫർമേഷൻസ് ഒക്കെ കറക്റ്റ് ആണെന്നുള്ളത് ഫോളോ അപ്പ് ചെയ്യുക. പിന്നെ ക്ലാസ്സിൽ നമ്മുടെ ടീമിനെ, നമ്മളൊരു ടീമിനെ കൂട്ടുകയാണെങ്കിലോ വാട്സപ്പ് ഗ്രൂപ്പോ മറ്റോ കൂട്ടുകയാണെങ്കിൽ അതിനേക്ക് നമുക്ക് സാറ് നിർദ്ദേശിക്കുന്ന ആളുകളെ അല്ലാതെ പരമാവധി എന്ത് ചെയ്യുക, അവരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗ്രൂപ്പ് ആയിരിക്കും നല്ലത്. കാരണം ഇപ്പം ഞങ്ങളുടെ കോളേജ് SN കോളേജിന്റെ ഗ്രൂപ്പിലായാൽ പോലും ഗ്രൂപ്പിലില്ലാത്ത പലരും, അതായത് സ്റ്റഡി സെന്ററിലോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധമില്ലാത്ത പലരും കടന്നു കയറിക്കൊണ്ട് ചാരപ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക. നമ്മൾ തന്നെ നമ്മുടെ ബന്ധുക്കാരെ ഇതിലേക്ക് ഉൾപ്പെടുത്തും. അവർ ഇതുമായിട്ട് താല്പര്യമുള്ളവരാണോ എന്ന് മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ ഉൾപ്പെടുത്തുക. പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ, പുതിയ അഡ്മിഷനോ കാര്യങ്ങളോ ഒക്കെ നമ്മൾ കൃത്യമായി യൂട്യൂബ് ചാനലുണ്ട് സാറിന്റെ, അതിനകത്ത് ഫോളോ ചെയ്താലും കാര്യങ്ങളൊക്കെ മനസ്സിലാകും. എന്തുണ്ടെങ്കിലും നമുക്കിപ്പം നമ്മുടെ കയ്യിലാണ് ഇന്റർനെറ്റും ഫോണും. പണ്ടുള്ളവരെ പോലെ ഇപ്പൊ സാറൊക്കെ ഉള്ള സമയത്ത് ഇന്റർനെറ്റ് ആയിരിക്കത്തില്ല ഇപ്പോഴത്തത്. കാരണം നമുക്ക് എന്ത് കാര്യം നമ്മുടെ വിരൽ തുമ്പി ഇരിക്കുക. അതുകൊണ്ട് ഇപ്പം വിദേശത്ത് നിൽക്കുന്നവർക്കായാലും പോലും പഠിക്കുന്ന കാര്യങ്ങളിൽ നമ്മുടെ കൈ കാര്യങ്ങൾ ഇന്റർനെറ്റോ ഫോണോ ഒക്കെ ഉള്ളവർക്ക് അതനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. യൂട്യൂബിലോ അല്ലെങ്കിൽ ഡൗട്ട് ഉള്ളത് സാറുമായിട്ട് സംസാരിക്കാം. നമുക്ക് എംനോട്സുമായിട്ട് വാട്സപ്പിലോ അല്ലെങ്കിൽ ടെലിഗ്രാമിലോ എല്ലാം ബന്ധപ്പെടാൻ കഴിയുന്നതാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കുന്ന യൂട്യൂബിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് സാറുമായിട്ട് ബന്ധപ്പെടാം. അതിനുള്ളത് ഇപ്പൊ തന്നെ ഞാൻ
എടുക്കാനിരുന്ന ഡിഗ്രി, ഞാൻ ഡിഗ്രി ചെയ്യുന്ന ആളാണ്, അതിനോടൊപ്പം ഡിപ്ലോമ ചെയ്യാം. അങ്ങനെ ചോദിക്കുമ്പോൾ സാറുമായിട്ട് ബന്ധപ്പെടാം, എംനോട്സിന്റെ കാര്യങ്ങളും എംനോട്സുമായിട്ട് നമുക്ക് ബന്ധപ്പെടാം. നമ്മുടെ അഡ്മിഷനും മറ്റ് എക്സാമിന്റെ കാര്യങ്ങളും എക്സാം രജിസ്ട്രേഷനും ഇതെല്ലാം ബന്ധപ്പെടാവുന്നതാണ്. അപ്പം വളരെയധികം വലിച്ചു നിൽക്കുന്ന പലരും ജോലി ചെയ്യുന്നവരും പഠിക്കുന്നവരും ഒക്കെയാണ്. അപ്പം ഒറ്റവാക്കിൽ എനിക്ക് വേണ്ടിയും സാറിന് വേണ്ടിയും അതുപോലെ നമ്മുടെ എംനോട്സിന് വേണ്ടിയും എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ മനോഹരമായി അവതരിപ്പിച്ചു ബാദുഷ, വളരെ നന്ദിയുണ്ട്. ഞാൻ പറഞ്ഞ എല്ലാ പോയിന്റുകളും വളരെ ഭംഗിയായി ഒന്നുപോലും വിട്ടുപോകാതെ നന്നായി അവതരിപ്പിച്ചു. അതുപോലെ അത് എനിക്കുമുള്ള ഒരു മോട്ടിവേഷൻ തന്നെയായി. എന്തായാലും പങ്കെടുത്ത എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെ വലിയ ആഴത്തിലുള്ള ഒരു സംഗതിയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നും ഇത്രയും പ്രായമായിട്ടും ഇപ്പോഴും പഠനം എന്ന് പറയുന്നത് എനിക്കൊരു ലഹരിയാണ്. പഠനം എന്ന് പറയുന്നത് ഒരു ലഹരിയാണ്. അതിന്റെ കാരണം വളരെ വലുതാണ്. ഞാനും ഒരു കാലത്ത് 2 കൊല്ലം ഡ്രോപ്പ് ഔട്ട് ആയിരുന്നു. കഥകൾ പലതും പല വീഡിയോസിലും ഉണ്ട്. ഞാൻ 2 കൊല്ലം 7ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ 7ാം ക്ലാസ്സിലെയും 8ാം ക്ലാസ്സിലെയും പഠനം പാതി വഴിയിൽ നിർത്തിയിട്ട് പിന്നെ എനിക്കുണ്ടായ ഒരു ജീവിതത്തിന് വലിയ ടേണിംഗ് പോയിന്റിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും എൻ്റെ മക്കളെ പോലെ സമീപിച്ചിട്ടാണ് നിങ്ങളെല്ലാവരെയും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രായഭേദമന്യേ എല്ലാവരും ഇതിൻ്റെ അകത്തുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ ഒരു ശ്രീ പോറ്റി അവർ ഈ യോഗത്തിലുണ്ട്. പക്ഷെ അദ്ദേഹം ഒന്നും സംസാരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടില്ല. എന്തായാലും വിദേശത്ത് നിന്നടക്കം ഈ അറ്റം മുതൽ ആ അറ്റം വരെ ഉള്ള എല്ലാവരും ഈ യോഗത്തിൽ പങ്കെടുത്തു. നാമമാത്രമായ പേരുകളല്ല, ഇനി കാണാൻ പോകുന്നവരുടെ എണ്ണമാണ് ഇതിൽ ഏറ്റവും വലുത്. അവർക്കുള്ള സന്ദേശങ്ങളെല്ലാം നിങ്ങൾ ഇതിലേക്ക് നൽകി കഴിഞ്ഞു. യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ദൈവത്തിന്റെ അപാരമായ സാമീപ്യം, അനുഗ്രഹം താങ്കൾക്ക് ഉണ്ടാകട്ടെ, എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നും വ്യക്തിത്വ വികസനത്തിനും നിങ്ങളുടെ കുടുംബ ഭദ്രതയ്ക്കും സമൂഹ ഭദ്രതയ്ക്കും രാഷ്ട്ര പുരോഗതിക്കും നമ്മളാൽ കഴിയുന്ന എല്ലാ നന്മകളും നമുക്ക് അർപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. പങ്കെടുത്ത എല്ലാവർക്കും ഔപചാരികതയുടെ പേരിൽ ഊഷ്മളമായ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. യോഗം അവസാനിപ്പിച്ചു.